ധനം ഉണ്ടാക്കി തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിവ് ഉണ്ടാക്കി തരുന്നു. അറിവ് എന്ന് പറയുന്നത് ധനമാണ്. അറിവുള്ളവർക്ക് ധനം ഉണ്ടാകും. അറിവ് കൂടുതൽ ആർക്കാണെന്ന് വെച്ചാൽ ശുക്രാചാര്യർക്കാണ്. ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രം കൂടി അറിയാം. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിക്ക് അത് അറിയില്ല. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പല ചിന്തകളും ദുശ്ചിന്തകളും ഉണ്ടാകും. ആ ദുശ്ചിന്തകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യാനുള്ള പ്രാർത്ഥനകളാണ്. പൊതുവെ വ്യാഴത്തെ അറിവിന്റെ കാരകനെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഒരു ഗ്രഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? വ്യാഴം എന്ന് പറയുന്നതിന് ശരിയായിട്ടുള്ള പേര് ഗുരു എന്നാണ്. ഗുരു അറിവ് പകർന്നു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വ്യാഴത്തിനെ അറിവിൻ്റെ കാരകനായിട്ട് പറയുന്നു. ബുധനും അറിവിൻ്റെ കാരകനാണ്. ധനദൗജ്ഞ ജീവ എന്നാണ്. ബുധനും വ്യാഴവും ധനം ഉണ്ടാക്കി തരുന്നതാണ്. അവിടെ വ്യാഴം ധനം ഉണ്ടാക്കി തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിവ് ഉണ്ടാക്കി തരുന്നത്. അറിവ് എന്ന് പറയുന്നത് ധനമാണ്. അറിവുള്ളവർക്ക് ധനം ഉണ്ടാകും. ധനം ഉള്ളവർക്ക് അറിവും നേടാൻ സാധിക്കും. അത് എല്ലാ അറിവും നേടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, ഉണ്ട്. അതിന് പരിമിതികളുണ്ട് എന്ന് മാത്രം. വ്യാഴത്തിന് ബലമുള്ള ജാതകത്തിൽ ആ വ്യക്തി പൊതുവെ നല്ല അറിവുള്ള ആളായിട്ട് വരാറുണ്ട്. ആ വ്യാഴം കർമ്മസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടവന്നുണ്ടെങ്കിൽ മിക്കവാറും അധ്യാപകർ ഒക്കെ ആയിരിക്കും. അറിവിൻ്റെ ഒരു നിധി എന്ന് പറയുന്ന അവസ്ഥയിൽ പലപ്പോഴും പ്രൊഫസർമാർ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർമാർ ഒക്കെ ആവുന്നത് അങ്ങനെയുള്ളവരാണ്. അത് ഏത് സബ്ജക്റ്റാണോ അത് പറ്റുക എന്നുള്ളതൊക്കെ അവരുടെ ജാതകത്തിനനുസരിച്ചിരിക്കും എന്ന് മാത്രം. ബുധൻ ആണെങ്കിലും വ്യാഴം ആണെങ്കിലും അറിവ് പകർന്നു തരുന്നവരാണ്. ശുക്രനും അറിവ് തരുന്ന ആളാണ്. ശുക്രൻ കലാപരമായിട്ടുള്ള അറിവാണ് കൂടുതലും. കലാകാരനാണ് ശുക്രൻ. ശുക്രനും ഗുരുവാണ്. ശുക്രൻ അസുരന്മാരുടെ ഗുരു, ബൃഹസ്പതി ദേവന്മാരുടെ ഗുരു ആണെന്നാണ്. അറിവ് കൂടുതൽ ആർക്കാണെന്ന് വെച്ചാൽ ശുക്രാചാര്യർക്കാണ്. ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രവും കൂടി അറിയാം. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിക്ക് അത് അറിയില്ല. മൃതസഞ്ജീവനി മന്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നു. പിന്നെ ആ കജദേവയാനി കഥയൊക്കെ അതിലാണ് വരുന്നത്. ശുക്രാചാര്യർ കലകളിൽ കൂടെ അറിവ് പകർന്നു വരുന്നതായതുകൊണ്ട് കൂടുതൽ ആസ്വാദ്യമായിരിക്കും. പക്ഷെ വ്യാഴം തരുന്ന അറിവ് അധികം തിയറിറ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ ഇത്തിരി പ്രയാസം വരാം. ആ വ്യത്യാസം വരാം. ബുധൻ തരുന്ന അറിവ് ഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവുകളായിരിക്കും കൂടുതലും. അത് ഏതാണ് എന്ന് പഠിച്ച് അതിൻ്റെ ഫിലോസഫിയൊക്കെ പഠിക്കാൻ വ്യാഴം തന്നെയാണ് കൂടുതൽ നല്ലത്. ശുക്രനും രണ്ട് തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെയൊക്കെ ആനുകൂല്യമുള്ള ജാതകത്തിലാണെങ്കിൽ അവർ ഉന്നത വിദ്യാഭ്യാസം നേടും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ വ്യാഴം ഏത് തരത്തിലുള്ള അറിവുകളാണ് തരുന്നത്? ഇത് കലാപരമായിട്ടാണെന്ന് പറയുന്നു. അപ്പൊ വ്യാഴം ഏത് തരത്തിലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള അറിവ് കൂടുതലും വ്യാഴത്തിൽ നിന്നാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പോ വ്യാഴം പ്രസാദിച്ച് നിൽക്കുന്നവരൊക്കെ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടായിരിക്കും? തത്വശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വിജയിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അവർ വിജയിക്കും. പക്ഷെ വ്യാഴം ധനത്തിൻ്റെയും കൂടി കാരകനാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വിജയിക്കും. ഫൈനാൻഷ്യൽ ഇത് ഒക്കെ അത് വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇതിനേക്കാൾ രസം ഈ വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുള്ള ജാതകമാണെങ്കിൽ നല്ലതാണോ? അതോ ഏതറിവും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജാതകത്തിൽ ഏതറിവും നേടിയെടുക്കാൻ സഹായിക്കണം. ദേവന്മാരുടെ ഗുരുവും അസുരന്മാരുടെ ഗുരുവും ഒരുമിച്ച് നിന്നാൽ ലോകത്തിൽ എന്താ നേടാൻ പറ്റാത്ത? അവർ തമ്മിൽ പോരടിച്ച് നിന്നാൽ നാശവും, അവർ തമ്മിൽ ഒരുമിച്ച് നിന്നാൽ അങ്ങേയറ്റം ഐശ്വര്യമാണ്. അവർ തമ്മിൽ ഒരുമിച്ച് നിന്ന സമയത്താണ് പണ്ട് പാലാഴി കടഞ്ഞ് അമൃതം എടുത്തത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചിലർക്ക് ബുദ്ധി കാണിച്ച് അത് ചിലർക്ക് നഷ്ടമായി. അതൊക്കെ വേറെ വശം. അതറിയാം.
പക്ഷെ പാലാഴി എന്ന് പറയുന്നത് ഏതാ? അമൃതല്ലേ? പാലാഴി കളഞ്ഞ് അമൃതം എടുത്തു എന്ന് പറയുന്നു. ശരിക്കും പാലാഴി എവിടെയാ? സമുദ്രത്തിലല്ലേ? സമുദ്രം എവിടെയാ? സമുദ്രം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ നമ്മളുടെ മനസ്സാണ്. നമ്മളുടെ മനസ്സ് പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ഏത് ചിന്തകളും അവിടെ വരാം. അതിൽ നിന്ന് അമൃതത്വം തരുന്ന അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ചിന്തകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിനാണ് കടയുന്നത്. മനസ്സാണ് കടയണത്. നമ്മളുടെ മനസ്സ് കടഞ്ഞ് അതിൽ നിന്ന് നമ്മൾ അമൃതത്വം നേടിയെടുക്കുക ചെയ്യുക. മനസ്സ് കടയുന്ന സമയത്ത് അതിനകത്ത് അമൃതം മാത്രമല്ല, വിഷവും ഉണ്ടാകും. അതാണ് കാളകൂടം വിഷം എന്ന് പറയുന്നത്. ആ വിഷം നമ്മൾ നിർവീര്യാക്കുക. ആ വിഷം നിർവീര്യാക്കിയിട്ട് അമൃതത്വം നേടിയെടുക്കുക. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല ചിന്തകളും ദുശ്ചിന്തകളും ഉണ്ടാവും. സ്വാഭാവികമാണ്. നമ്മളത് പരസ്യമാക്കിയില്ലെങ്കിലും സത്യമാണത്. ആ ദുശ്ചിന്തകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യാനുള്ള പ്രാപ്തി നമ്മൾ കാണണം. അതാണ് ശ്രീപരമേശ്വരൻ കാളകൂടം വിഷം എടുത്ത് കുടിച്ചു ലോകത്തെ രക്ഷിച്ചു എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയും ദുഷ്ചിന്തയും ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒരേ സമയം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണെങ്കിലും ചിലപ്പോൾ നെഗറ്റീവിനായിരിക്കും കൂടുതലൊരു ഇത്തിരി പവറിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിലേക്കായി പോവില്ലേ? അപ്പം അതങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ മനോബലം വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി മനോബലം വർദ്ധിപ്പിക്കാൻ ഉപാസന സഹായിക്കും. മനോബലത്തിൽ കൂടെ മാത്രമേ നമുക്ക് ആ നെഗറ്റീവ് ചിന്തകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കാളകൂടം വിഷം ശിവനെ അടുത്ത് കുടിച്ചതെന്ന് പറയുന്നത്. അത് സമർപ്പണത്തോടുകൂടി നമുക്ക് അങ്ങോട്ടേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ അവിടെ തീർന്നോളും. ശിവൻ കാമാരിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള കാമവാസനകളെ മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തനാണ് അവിടെ. അപ്പൊ നമുക്ക് ഈ നമ്മളിൽ ഒരു ദുഷ്ടദേവത അല്ലെങ്കിൽ ദുഷ്ടദേവത സാന്നിധ്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിനെ. അങ്ങനെയുള്ളൊരു സാന്നിധ്യം കൂടുതലുണ്ട്, നമുക്കതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാ സ്വയം മനസ്സിലാക്കാൻ പറ്റുമോ? സ്വയം മനസ്സിലാക്കാൻ നമുക്ക് പ്രാപ്തി കുറവാണ്. തെളിവുകൾ പലതുണ്ടെങ്കിലും ശരി, നമ്മൾ സ്വയമേ തിരിച്ചറിയില്ല. നമുക്കിഷ്ടപ്പെട്ട ഒരാൾ കള്ളനാണ് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ഒരിക്കലും ഇല്ല. അവർക്ക് കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾക്ക് തോന്നണതാണ് എന്നേ പറയുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ആ ആളോട് തന്നെ അത് ആദ്യം ചെന്ന് പറയും. അപ്പം അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട ആളെ കള്ളനാണെന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മളുടെ നെഗറ്റിവിറ്റിയെ നമ്മൾ ന്യായീകരിക്കാനേ നോക്കുള്ളൂ. അത് നമുക്ക് ഇല്ലാതാക്കണം. ആ ന്യായീകരിക്കുന്ന സ്വഭാവം ഇല്ലാതാക്കണം. ആ ന്യായീകരിക്കുന്ന സ്വഭാവം ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായമായിട്ട് വേണ്ടി വരും. അത് നല്ല ഗുരുക്കന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരും ഉപാസനയും ആണ് സത്യം പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി ഏറ്റവും അധികം സഹായിക്കുന്നത്. അതെ. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.